ഹരി ഓം ശ്രീമന്നാരായണീയം ദശകം 16 ശ്ലോകം 9. ദക്ഷസ്തു ധാതുരതിലാളനയാരജോന്ധോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ദ സഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം യമാനീത്. ദക്ഷനാകട്ടെ ബ്രഹ്മാവിൻ്റെ അതിലാളന കൊണ്ട് രാജസങ്ങളായ ക്രോധ മത്സരാദികളാൽ വിവേകശൂന്യനായി ബ്രഹ്മാവിനാൽ പരിത്യക്തനായി നിന്തിരുവടിയിൽ പോലും വിനയരഹിതനായി തീർന്നു. കഷ്ടം! ഈ അവിനയം കൊണ്ട് ദക്ഷൻ അവിടുത്തെ മൂർത്തി തന്നെയായ ശിവനെ ദ്വേഷിച്ചു. ശിവവിരോധം സൂചിപ്പിക്കുന്ന യാഗത്തിൽ വെച്ച് തൻ്റെ മകളെ അപമാനിക്കുകയും ചെയ്തു. ദക്ഷനെ പ്രജാപതിമാരുടെ അധിപതിയാക്കി നിശ്ചയിച്ചതാണ് ബ്രഹ്മാവ് ചെയ്ത അതിലാളന. ഒരിക്കൽ പ്രജാപതിമാരുടെ സത്രത്തിലേക്ക് ദക്ഷ പ്രജാപതി കടന്നു ചെന്നു. ബ്രഹ്മാവും ശിവനും ഒഴികെ മറ്റെല്ലാവരും എഴുന്നേറ്റ് ദക്ഷനെ വന്ദിച്ചു. ദക്ഷൻ തന്റെ പിതാവായ ബ്രഹ്മാവിനെ വന്ദിച്ച് സദസ്സിലിരുന്നു. തന്റെ മക്കളായ സതിയുടെ ഭർത്താവായ ശിവൻ തന്നെ കണ്ടിട്ട് എഴുന്നേൽക്കാത്തതിൽ ദക്ഷൻ കോപിച്ചു. സദസ്സിൽ വെച്ച് ശിവനെ വല്ലാതെ അധിക്ഷേപിച്ചു. ശിവന് ഹവിർഭാഗം കൊടുക്കാതെ ഒരു യജ്ഞം നടത്താൻ ഒരിക്കൽ ദക്ഷൻ പുറപ്പെട്ടു. മക്കളായ സതിയെ ദക്ഷൻ യാഗവൃത്താന്തം അറിയിക്കുക പോലും ഉണ്ടായില്ല. ദക്ഷയാഗത്തെപ്പറ്റി കേട്ടറിഞ്ഞ സതി പരമേശ്വരന്റെ ഉപദേശം മാനിക്കാതെ യാഗത്തിന് പുറപ്പെടുകയും യാഗത്തിൽ വെച്ച് പിതാവിനാൽ അപമാനിതയാവുകയും യാഗാഗ്നിയിൽ ശരീരം ഉപേക്ഷിക്കുകയും ചെയ്തു. ഭഗവാൻ ദക്ഷന്റെ അഹങ്കാര വിദ്വേഷങ്ങളെല്ലാം നശിപ്പിച്ച് അദ്ദേഹത്തെ പ്രജാപതിമാരുടെ അധിപതിയായിരിക്കാൻ യോഗ്യനാക്കി തീർത്തു.